അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മോട്ടിവേഷൻ വിത്ത് സാബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ യാത്രയിലാണ്. എങ്ങോട്ടല്ല, എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഉമ്മാനെ കാണാനൊന്ന് ആഗ്രഹം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്കൊന്ന് ഉമ്മാൻ്റെ തൊട്ട് 2 ദിവസം നിൽക്കണം. എന്നാലാണ് മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ ആരും ഇല്ലാത്ത കണ്ടീഷനിലാണ്. മക്കളൊന്നും ഇല്ലാത്തപ്പോഴാണ് ഞാൻ പോകാറുള്ളൂ. മോളും കുട്ടിയൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടും പോകാറില്ല. പോകും ഉമ്മാൻ്റെ അടുത്തേക്ക്. പക്ഷേ അപ്പം തന്നെ രാവിലെ പോയാൽ വൈകുന്നേരം അങ്ങോട്ട് തിരിച്ചു വരും. നിൽക്കാൻ പോകാറില്ല. അപ്പോൾ ആരുമില്ലാത്ത സമയത്ത് ഞാനിങ്ങനെ ഇരുന്ന് ബോറടിക്കുമ്പോൾ അവർ എപ്പോഴും വിളിക്കും. അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉമ്മയും ആങ്ങളെയും ഒക്കെ വിളിക്കാറുണ്ട്. 2 ദിവസമെങ്കിലും വന്നിരുന്നോടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശരി എന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് പോവുകയാണ്. പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോഴേക്കും ഉച്ച സമയം ആയി എത്തുമ്പോൾ തന്നെ പിന്നെ ഉച്ചക്ക് ഫുഡ് ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഉച്ചക്കലേക്ക് ചോറാണ്. ചോറും പരിപ്പും മുരിങ്ങക്കായും കറിയാണ്. ഇത് കൂർക്ക ബീഫിൻ്റെ മസാല ഇട്ട് വെച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫിൻ്റെ മസാല ഇട്ട് വെച്ച കൂർക്ക നല്ല അടി അടിച്ച് ഞാൻ. പിന്നെ ഇതൊക്കെ ഇപ്പോൾ എപ്പോഴും അവിടെ സ്റ്റോക്കുള്ളതാണ്. ചീനിമുളക്, ഈ അരിമുളകില്ലേ, അതിങ്ങനെ സുർക്കയിലിട്ട് വെക്കും. അതും എനിക്കിഷ്ടപ്പെട്ട സാധനമാണ്. എപ്പോഴും ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ള എരിവുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ എന്നല്ല, വേറെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കണമെങ്കിലും എനിക്ക് എരിവുള്ള നല്ല ചൊടിയുള്ള സാധനങ്ങളാണ് ഇഷ്ടം എപ്പോഴും. പിന്നെ ചോറ് കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു കാര്യം മറന്നു എന്ന് പറഞ്ഞിട്ട് എളുപ്പം പോയിട്ട് എടുത്തിട്ട് വന്നു. നോക്കുമ്പോൾ മൈ ഫേവറേറ്റ് മാങ്ങ തേങ്ങ എല്ലാം ഇട്ട് അരച്ച് വെച്ച ചമ്മന്തിയാണ്. അതും കൂടി കിട്ടിയപ്പോൾ പിന്നെ പറയേണ്ട, കാര്യം കുശാലായി. നല്ല വിശപ്പുള്ള സമയത്ത് നല്ല ഇഷ്ടപ്പെട്ട കറികളും കൂട്ടാനുകളൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു വൈബാണ്. മനസ്സിനൊരു ആഹ്ലാദമാണ്. ചോറും പരിപ്പ് കറിയൊക്കെ ഒഴിച്ചു. മുരിങ്ങക്കായ് ഞാൻ എപ്പോഴും കൂട്ടാറില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് വീട്ടിൽ, ഞാൻ മാത്രം കഴിക്കാറില്ല. അതുകൊണ്ട് തേങ്ങയും മാങ്ങയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് അരച്ച ചമ്മന്തിയാണ്. നല്ലൊരു പിടുത്തം പിടിക്കാൻ പറ്റിയതാണ്. അതൊക്കെ ഞാൻ നല്ല കഴിച്ചു. വയറൊക്കെ ഫുള്ളായി. പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ഡിസേർട്ട് വേണ്ടേ. അതിന് വേണ്ടിയിട്ട് പൊരി ഉണ്ടൻ പൊരി എന്ന് പറയുക, അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും എന്തോ ഒരു കുളുകുളൂന്ന് വയറിൽ. അപ്പോൾ ശരിയെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നു. പിന്നെ ഒന്ന് നോക്കിയപ്പോൾ ടേബിളിൽ ഇതിരിക്കുന്നത് കണ്ടു, ചിക്കു. അപ്പോൾ അതെടുത്തിട്ട് അതും കഴിച്ചു നോക്കി. സപ്പോട്ട ഇത് ജ്യൂസ് അടിച്ച് കഴിക്കാനും രസമാണ്, പക്ഷേ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. എനിക്ക് എങ്ങനെ കഴിക്കുകയാണെങ്കിലും ചിക്കു ഇഷ്ടമുള്ള സാധനമാണ്. എന്തായാലും അവിടെ പോയാൽ പിന്നെ വരുന്നവർ ഇതൊക്കെ തന്നെ, ഒന്നല്ലെങ്കിൽ ഒന്ന് കൊണ്ട് ഓരോന്നും കഴിച്ചിട്ടിരിക്കും. അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അയൽവാസി തന്നതാണ്. ഇത് ഇളനീർ പുഡിങ്ങാണ്. അത് ഞാൻ കഴിച്ചില്ല. അത് ഞാൻ മകനക്ക് എടുത്തു വെച്ചു. അവനക്ക് നല്ല ഇഷ്ടപ്പെട്ട സാധനമാണ് പുഡിങ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഡിന്നറിന് ഇഡ്ഡലി, പത്തിരി, ചപ്പാത്തി, അതിലേക്ക് ചിക്കൻ കറിയുണ്ട്, ഫിഷ് കറിയുണ്ട്. എൻ്റെ വീട്ടിലത്തെ ആയതുകൊണ്ട് പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് ഫുഡ്. എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിലത്തെ ഫുഡ് കഴിക്കാൻ നല്ലൊരാഗ്രഹമാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പോകും. അവിടെ കുറേ കറികളും കൂട്ടാനൊന്നും വേണമെന്നില്ല. ഒരു കറി ഉണ്ടായാൽ മതി. അത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ ചോറ് ഇറങ്ങണ വഴി അറിയില്ല. അത്രയും ടേസ്റ്റാണ് കറികൾക്കൊക്കെ. എൻ്റെ ഉമ്മാൻ്റെ നല്ല കൈപ്പുണ്യമാണ്. അതാണ് എൻ്റെ നാത്തുമാർക്കും ഇവിടെ വന്നിട്ട് പഠിച്ചതാണ്. പക്ഷേ അത് കണ്ട് അവർ അടിപൊളി ടേസ്റ്റാണ് അവർ വെക്കണ എല്ലാ കൂട്ടാനുകളും. നല്ല ഇഷ്ടമാണ്. അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴേക്കാണ് എൻ്റെ ആങ്ങള കുറേ അലുവ കൊടുന്നു. ഒന്നും പറയണ്ട, ചോക്ലേറ്റും പിന്നെ നട്ട്സിൻ്റെ അതൊക്കെ ഞങ്ങൾ നല്ല അടിച്ചു. അതും കൂടിയും കഴിച്ചു. എല്ലാം സാപ്പിട്ട് മുറിച്ച് കൂട്ടി വെക്കുന്നുണ്ട് അലുവ. നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കും അലുവ ഇഷ്ടമാണോ എന്നെപ്പോലെ? എനിക്ക് അലുവ നല്ല ഇഷ്ടമാണ്. നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താ ഇപ്പോൾ ഇഷ്ടമില്ലാത്തതെന്നില്ലേ, എല്ലാം ഇഷ്ടമാണെന്ന് തന്നെ പറയണതെന്ന്. പക്ഷേ നമ്മൾക്ക് ഭക്ഷണം അത്ര പെട്ടെന്ന് ഏതൊരു സാധനവും ഇഷ്ടമില്ല എന്ന് പറയാൻ പാടില്ല. എനിക്ക് ചില സാധനങ്ങളൊന്നും ഞാൻ തീരെ കഴിക്കില്ല. ഈ പുഡിങ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം ഇതാണ്. ഒരുപാട് വലിയ വിശേഷങ്ങളൊന്നുമില്ല. എൻ്റെ ഈ കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും. സീ യു.